നമസ്കാരം. ഗുരുപ്രിയ ടിവിയുടെ ജ്ഞാനം താരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ലോക്ക്ഡൌൺ സമയത്ത് 3 മിനിറ്റ് വീഡിയോയിലൂടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് കാണിച്ചു തരികയും നഷ്ടപ്പെട്ടു പോയ നാട്ടുവാക്കുകൾ നമ്മിലേക്ക് എത്തിക്കുകയും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കലാകാരനെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ശ്രീ മണികണ്ഠൻ തോന്നയ്ക്കൽ. മണിയൻ സ്പീക്കിംഗ് എന്നത് മാത്രമല്ല, 27 വർഷമായി വിൽപ്പാട്ട് എന്ന കലാരൂപം കൂടി അവതരിപ്പിക്കുന്ന ശ്രീ മണികണ്ഠൻ തോന്നയ്ക്കലിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. കലാപരമായി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ കലകളോട് വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്ത് എന്നെയും കൂട്ടി പല കലാപരിപാടികളാണ്, ഉത്സവവേദികളാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഉത്സവവേദികളില്ല ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ പണ്ട് നമ്മുടെ നാട്ടിലും ദൂരപ്രദേശങ്ങളിലൊക്കെ ഉള്ള ഉത്സവ പരിപാടികൾക്ക് നല്ല നാടകങ്ങൾ, നല്ല കഥാപ്രസംഗം, കഥകളി ഇതൊക്കെ വരുമായിരുന്നു. അതിൽ സാംബശിവനെ പോലെയുള്ള, കിടാമംഗലം സദാനന്ദനെ പോലെയുള്ള വലിയ കാതികന്മാരുടെ കഥാപ്രസംഗവും, KPSC NN പിള്ളയുടെ സമിതി, അതുപോലെ കാളിദാസ കലാകേന്ദ്രം, കോമാധവൻ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ മുകേഷ് സിനിമ നടൻ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. അപ്പോൾ അങ്ങനെ NN പിള്ള എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നടൻ വിജയരാഘവൻ്റെ ഫാദറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കലാസമിതിയാണ് വിശ്വകേരള കലാസമിതി. പിന്നെ KPSC, തോപ്പിൽ ബാസി മുതലായ ആളുകളുടെ, ONV കുറുപ്പിൻ്റെയൊക്കെ പാട്ടി വരുന്ന നാടകം. അപ്പോൾ ഇതൊക്കെ കാണാൻ അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ കുട്ടിക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നും കലയോടൊരു താല്പര്യം തോന്നും. ഇപ്പോൾ പ്രേംനസീറിൻ്റെ ഒക്കെ സിനിമ കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൗമാരപ്രായക്കാരന് അവനറിയാതെ തന്നെ നസീറിനെ അനുകരിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയൊക്കെ സിനിമ കാണുമ്പോൾ അവരോടൊരു താല്പര്യം തോന്നിയിട്ട് അതുപോലെ ആകാനൊക്കെ ഉള്ളൊരു ആഗ്രഹവും താല്പര്യമൊക്കെ ഉണ്ടാകുന്നത് പോലെ അങ്ങനെ ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അങ്ങനെ ഒരു കലാവാസന അല്ലെങ്കിൽ കലയോടുള്ള താല്പര്യം ഉള്ളിലേക്ക് കടന്നു പോകും. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ നാടകങ്ങളിൽ പങ്കെടുക്കുക, അതുപോലെ ഒരു ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ ചേർന്ന് നാടകങ്ങൾ അവതരിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കോളേജിൽ ചെല്ലുമ്പോഴും അതൊന്നും കോളേജിലൊക്കെ ഈ സ്കൂളിൽ പങ്കെടുത്തതുപോലെ പങ്കെടുക്കാൻ ഉള്ള അവസരം ഉണ്ടായില്ല, മറ്റു ചില സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നീട് ഞങ്ങൾ ഒരു കലാ ട്രൂപ്പ്, ഒരു നാടകം, മാസ് ആർട്സ് എന്ന് പറയുന്ന ഒരു നാടക സംഘം ഉണ്ടാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അമച്വർ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചു, പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ തോന്നയ്ക്കൽ സാംസ്കാരിക സമിതി പ്രേംനസീർ ട്രോഫിക്കുള്ള നാടക മത്സരത്തിൽ പങ്കെടുത്തു. അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നല്ല നാടകങ്ങൾ ചെയ്തു. പിന്നെ ഒരു വിൽപ്പാട്ട് സംഘം ഞങ്ങൾ രൂപപ്പെടുത്തി. അത് 27 വർഷമാണ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കലാരംഗത്തേക്ക് കിടന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തുണ്ടായ പ്രചോദനം തന്നെയാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ, നമ്മുടെ കുട്ടിക്കാലത്തൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തോന്നുമല്ലോ, അങ്ങനെ ഉണ്ടായതാണ്. ഈ വിൽപ്പാട്ട് എന്നുള്ള കല ഇന്ത്യക്ക് പുറത്തോ അതോ ഇന്ത്യ കേരളത്തിനകത്ത് മാത്രമായിട്ടാണ് നിൽക്കുന്നത്? വിൽപ്പാട്ട് എന്ന് പറയുന്ന കലാരൂപം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു തനത് നാടൻ കലാരൂപമാണ് വിൽപ്പാട്ട്. ഇത് ഒരു അനുഷ്ഠാന കലയായിട്ടാണ് പണ്ട് അവതരിപ്പിച്ചത്. തമിഴ്നാട്ടിലൊക്കെ ഇന്നും അനുഷ്ഠാന കലയായിട്ട് വിൽപ്പാട്ട് അവതരിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ അമ്മൻ കോവിലുകളിൽ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ, ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന തോറ്റപ്പാട്ടുകൾ പോലെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ അമ്മൻ കഥ പറയുക എന്ന് പറയുന്നത് വിൽപ്പാട്ടിൻ്റെ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഇന്നും നമ്മുടെ കേരളത്തിൽ തമിഴ് വിഭാഗത്തിൽ, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നിടത്ത് ഈ മുത്തുമാരിയമ്മൻ ക്ഷേത്രങ്ങളിലൊക്കെ വിൽപ്പാട്ട് ഒരു അനുഷ്ഠാനമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ വിൽപ്പാട്ടിനെ അതിൻ്റെ ചുവട് മാറ്റിയിട്ട് നവീന വിൽപ്പാട്ട് എന്നുള്ള പേരിലാക്കിയത് തിരുവട്ടാറുള്ള ഒരു ബാലൻപിള്ളയാശൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഈ നവീന വിൽപ്പാട്ടാക്കിയപ്പോഴാണ് വിൽപ്പാട്ടിൽ ചരിത്ര കഥകളും പുരാണ കഥകളും അതുപോലെയുള്ള കഥകളൊക്കെ, സാഹിത്യ കൃതികൾ, നല്ല ഇപ്പോൾ തകഴിയുടെ 2 ഞങ്ങൾ വിൽപ്പാട്ടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ കവി അലക്സാണ്ടർ പുഷ്കിനിൻ്റെ ജിപ്സികൾ എന്ന് പറയുന്ന ഒരു കവിത ഞങ്ങൾ വിൽപ്പാട്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴശ്ശിരാജയുടെ ജീവിതകഥ, സഖാ VMSൻ്റെ ജീവചരിത്രം, പിന്നെ തിരുനെല്ലൂർ കർണാടൻ്റെ റാണി, മഹാഭാരതത്തിലെ കർണൻ. അപ്പോൾ ഈ ദേവന്മാരുടെ കഥകൾക്ക് പുറമെ ഇതുപോലെയുള്ള കഥകളും വിൽപ്പാട്ടിൽ അവതരിപ്പിക്കുക എന്ന ഒരു അവസരം ഉണ്ടാക്കിയത് തിരുവട്ടാർ ബാലൻപിള്ളയാശനാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സംഘം ഡൽഹിയിൽ മഹറോളി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പഞ്ചാബിൽ, മുംബൈയിൽ, പിന്നെ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലൊക്കെ വിൽപ്പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരൊക്കെ ഈ ലോക്ക്ഡൗണിന് തൊട്ട്
പല കലകളിലൂടെ അല്ലെങ്കിൽ പല കഥകളിലൂടെ മാറി മാറി വരുമ്പോൾ എല്ലാവർക്കും ആസ്വാദ്യകരമായ വരും. പക്ഷേ ഇത് കഥാപ്രസംഗത്തിൻ്റെയും ഒക്കെ പ്രാഗ് രൂപം, പഴയ രൂപം എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫാമിലിയെ പറ്റി പറയാമോ? ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനുണ്ട്, ഭാര്യ, 2 മക്കൾ. ഭാര്യ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നു, കൊല്ലം പെരുന്നാട് സ്കൂളിലാണ്. മകളിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഡിഗ്രി വിമൻസ് കോളേജിലാണ് അഡ്മിഷൻ എടുത്തത്. മകൻ തോന്നയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതാണ് ഫാമിലി. മക്കൾക്ക് ഇതുപോലെ മക്കൾക്ക് കലാവാസന എന്ന് പറയുന്നത് എൻ്റെ ഞാൻ എടുക്കുന്ന മണിയൻ സ്പീക്കിംഗ് എന്ന് പറയുന്ന ലഘു വീഡിയോ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സജി സവാന എന്ന് പറയുന്ന സുഹൃത്താണ്. അവൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെറുതായിട്ട് വച്ചിരിക്കുന്നത്. ഇതൊരു തമാശയ്ക്ക് തുടങ്ങിയൊരു പരിപാടിയാണ്. ലോക്ക്ഡൗൺ സമയത്ത് ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ്. അപ്പോൾ അതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വന്ന് കുറേ ഗ്രൂപ്പുകളിലൊക്കെ ആളുകൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, ഇഷ്ടമായി. അത് പല ഗ്രൂപ്പുകളിലേക്ക് പോയി. ഇപ്പം വാർത്തകളിൽ വന്നു, കേരള കൗമുദി, മാതൃഭൂമി, മലയാള മനോരമ, ഇന്ത്യ ടുഡേ, ചില ഓൺലൈൻ വീഡിയോകൾ, പിന്നെ ന്യൂസ് 80, ശ്രീകണ്ഠ സാറിൻ്റെ 24, ദൂരദർശൻ വാർത്ത, ജീവൻ TV, പിന്നെ ആറ്റിങ്ങലിലെ കുറേ ന്യൂസ് ചാനലുകളിലൊക്കെ വന്നു. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവനാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ മകനാണ് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തു തരുന്നത്. അവർക്ക് കലാപരമായി മകന് ഇതേപോലുള്ള ചില കലാപരമായ കഴിവുകളുണ്ട്. മോള് അത്യാവശ്യം ചില പാട്ടുപാടുകയാവുന്നില്ല, ചില ലേഖനങ്ങളോ കഥകളോ കവിതകളോ ഒക്കെ കുറിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. അത് വലിയ ഒരു കലാപരമായ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു ഫാമിലിയല്ല. ഈ മണിയൻ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു ആശയം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇത് മണിയൻ സ്പീക്കിംഗ് എന്നൊരു ആശയം വന്നതല്ല. ഞാനൊരു ഈ ലോക്ക്ഡൗൺ സമയത്ത്, 2ാമത്തെ ലോക്ക്ഡൗൺ സമയത്ത് തമാശയ്ക്ക് ഒരു വീഡിയോ ചെയ്തതാണ്. ഒരു 55 മിനിറ്റ് മാത്രം ഉള്ള, അത് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ളൊരു വീഡിയോ. അതായത് ഈ സത്യവാങ്മൂലം എഴുതിക്കൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാം എന്ന പോലീസിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവൻ പറഞ്ഞു, സാറേ ഇനിയിപ്പോൾ നമ്മൾ പോലീസിൻ്റെ മുമ്പ് സത്യം ചെയ്തിട്ട് പോകേണ്ടി വരുമോ, അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ. ഇത് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ഫോൺ ചെയ്ത് ചോദിക്കുന്നതായിട്ട് മനസ്സിൽ തോന്നി ചെയ്യുകയും, അത് ഞാൻ നേരത്തെ പറഞ്ഞ സജി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, അവൻ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വെച്ച് അവൻ വേറെ 1-2 ഗ്രൂപ്പുകളൊക്കെ ഇടുകയും അവനാണ് ഈ മണിയൻ സ്പീക്കിംഗ് എന്ന് പറയുന്ന പേര് തന്നെ കൊടുത്തത്. അപ്പം ഞാനിത് ഇതൊരു എൻ്റെ ഒരു ഇതായിട്ട് തുടങ്ങിയതല്ല. ഞാനൊരു സാധനം ചെയ്തു, അതിനെ എൻ്റെ ഒരു സുഹൃത്ത് അവനൊരു പേര് കൊടുത്തു. അത് അവർ തന്നെ ഒരു മറ്റൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. അത് ഇങ്ങനെ പോകുന്നതാണ്. ഇതൊരു ഈ പറയുന്നത് പോലെ ഒരേ പാറ്റേണിൽ അവതരിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇതൊരു കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കണമെന്നൊന്നുമില്ല. കാരണം ഒരാളിൻ്റെ മുഖമാണ്, പറയുന്ന സബ്ജക്റ്റ് മാറി മാറി വരുന്നത് കൊണ്ടും നമ്മൾ കേട്ടു വന്ന ചില വാക്കുകളും ചില തമാശകളും നാട്ടിൻപുറത്തെ തമാശകളൊക്കെ അതിലുള്ളത് കൊണ്ടും മാത്രമാണ് ഇത് പോകുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒന്നായിട്ട് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ചില കണ്ടന്റുകൾ, ചില സംഭവങ്ങളൊക്കെ നമുക്ക് എവിടെയോ നമുക്ക് നമ്മുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഇപ്പോൾ നടവിനെ കുറിച്ച് പറയുമ്പോഴും, കാളപൂട്ടിനെ കുറിച്ച് പറയുമ്പോഴും, മരത്തിൽ കയറുന്നതിനെ കുറിച്ച് പറയുമ്പോഴും, തോലുമാനം കിട്ടുന്നതിനെ കുറിച്ച് പറയുമ്പോഴും, ഊഞ്ഞാലാട്ടത്തിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ ഈ ഒരു 10, 45, 50 വയസ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഗൃഹാതുരത അതിലൂടെ അവർ കാണുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ കേട്ട് പറഞ്ഞ വാക്ക് ഇരുളൂളം, ഭിത്തിപ്പൂലം, തോനെ, ഇങ്ങനെയൊക്കെയുള്ളൊരു വാക്ക്. നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പഴിഞ്ഞു കുടിക്കുക, അല്ലെങ്കിൽ അയ്യപ്പം കഞ്ഞി കുടിക്കാൻ പോവുക, ഇങ്ങനെയൊക്കെയുള്ള പറയെടുപ്പ്, ഇതൊക്കെ നമ്മുടെ ഒരു ഗ്രാമീണ ഓലകെട്ടാൻ പോവുക, നെല്ല് ഒഴുകുക, ഇതൊക്കെ നമ്മളെന്നോ കേട്ടു പറഞ്ഞ കുറേ പദങ്ങളായതുകൊണ്ടും അപ്പോൾ അവരുടെ മനസ്സിലേക്ക് സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ കാര്യം പറയുന്ന ആളുകൾ, ഉറിയെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ ഒക്കെ കലവൊക്കെ വെച്ചിരുന്നവരായിരുന്നു, മണ്ണെണ്ണ വിളക്ക്. അപ്പോൾ ഇതൊക്കെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഈ സംഭവങ്ങൾ ഓർമ്മ വരിക. അങ്ങനെയാണ് എനിക്ക് യൂട്യൂബിൽ വരുന്ന കമൻറ്റുകളെല്ലാം അതുപോലെയാണ്, മുഴുവൻ കമൻറ്റും അതുപോലെയാണ്, കേട്ടു പറഞ്ഞ കുറേ വാക്കുകൾ. അതാണ്. അല്ലാതെ ഞാനിപ്പോൾ പറയുന്നത് പോലെ ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു കലാപരമായിട്ട് നോക്കിക്കഴിയുമ്പോൾ എല്ലാം ഒന്നാണ്. മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ എൻ്റെ സുഹൃത്ത് കൊടുത്ത പേര് അതിങ്ങനെ ആയതാണ്. മലയാള ഭാഷയിൽ കൂടുതൽ വീഡിയോയിൽ അധ്യാപകനായെന്നുള്ള ഇതുകൊണ്ടാണ് മലയാള ഭാഷയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് ചെയ്യുന്നത്. മലയാള ഭാഷ ഒന്ന്, ഞാൻ പഠിച്ചത് മലയാളമാണ്. 2, ഞാൻ 10-30 വർഷം കൊണ്ട് മലയാള ഭാഷ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് മലയാളം പദങ്ങൾ, മലയാളത്തിലെ പുതിയ പദങ്ങളല്ല, മലയാളത്തിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന
വയലായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ വയലില്ല. അപ്പൊ എൻ്റെ മക്കൾക്ക് ഞാനിപ്പോ ഞാറെന്ന് പറഞ്ഞാൽ, ഞാറ്റടി എന്ന് പറഞ്ഞാൽ, നുകമെന്ന് പറഞ്ഞാൽ, കലപ്പ എന്ന് പറഞ്ഞാൽ, പണ എന്ന് പറഞ്ഞാൽ, നടി കഞ്ഞി എന്ന് പറഞ്ഞാൽ, കളപറിക്കുക എന്ന് പറഞ്ഞാൽ, വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ, നെൽവിത്തിനകളുടെ പേര് ഭാരതി, ജയ എന്നൊക്കെ പണ്ട് ഞങ്ങൾക്ക് വരമ്പ് ചീവുക, വരമ്പ് ഒരുക്കുക, ഇങ്ങനെയുള്ള കുറേ പദങ്ങൾ, ഊറ്റുപണ, ഊറ്റി വരിക, ഇങ്ങനെയൊക്കെ വരമ്പിൽ ചടക്കി വീഴുക, ഇങ്ങനെയൊക്കെ പറയുന്ന പദം, ഒരു നെൽകൃഷി എന്ന് പറയുന്ന സംസ്കാരം നഷ്ടപ്പെടുമ്പോൾ മലയാളത്തിൽ ഒരുപാട് പദങ്ങൾ നഷ്ടമാകും. ഇങ്ങനെ ഒരുപാട് നഷ്ടം നമുക്കുണ്ട്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഒന്ന് നഷ്ടപ്പെടുമ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്നത് മലയാളത്തിലെ വിലപിടിപ്പുള്ള വാക്കുകളാണ്. ആ വാക്കുകൾ ഈ പറയുന്നത് പോലെ മലയാള ഭാഷയെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടും ഒരുപക്ഷെ ഈ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടും ഇതുപോലുള്ള പദങ്ങൾ ഞാൻ കൂടുതൽ ഓർമ്മിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ഓർമ്മിക്കുന്ന കാര്യങ്ങൾ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ട്, അവരുടെ ഉള്ളിൽ ഈ വാക്കുകളെല്ലാം ഉണ്ട്. അവർ പക്ഷെ അവർക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് അവർ മറന്നു പോകുന്നതാണ്. എനിക്ക് പഠിപ്പിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ നോക്കി പഠിച്ചു വച്ചിരിക്കുന്നത് ഈ ഇതിൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അത് എല്ലാവർക്കും പറ്റും. ഇപ്പോൾ നോക്കുവാണെങ്കിലും മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് പഴയ പദങ്ങൾ, ഇപ്പോൾ നമുക്ക് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങൾ, ഇപ്പോൾ വാഴക്കൂമ്പിൽ തേന്, ഇതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് വാഴക്കൂമ്പിൽ തേനുണ്ടെന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അറിയാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള കുട്ടികൾക്കായാലും മലയാള ഭാഷയിലെ കുറച്ച് വാക്കുകളായാലും മലയാള ഭാഷയുടെ പ്രാധാന്യം അങ്ങനെയൊക്കെ അറിയത്തില്ല. അവരിപ്പം പുതിയതായിട്ടുള്ള ഇതാണ്. അപ്പം ഇനി വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാർ ചെയ്യുന്നുണ്ടോ? മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം മോൾ പറഞ്ഞത് ശരിയാണ്. ഞാനിപ്പോൾ +2 പഠിപ്പിക്കുമ്പോൾ ടെസ്റ്റ് പേപ്പറിനൊക്കെ പേപ്പർ നോക്കിക്കഴിയുമ്പോൾ മലയാള ഭാഷയിൽ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും ശരിയായി എഴുതാൻ അറിഞ്ഞുകൂടാ. അവരും വാങ്ങിച്ചു വന്നത് 10ാം ക്ലാസ്സിൽ മലയാളത്തിന് ഫുൾ A+. അപ്പോൾ അതൊരു ദയനീയമായ അവസ്ഥയാണ്. മലയാള ഭാഷ ശരിയായിട്ട് കൈകാര്യം ചെയ്യാനാണ് നമ്മുടെ ശ്രേഷ്ഠ ഭാഷാ പദവിയിലൊക്കെ വളരെയധികം ശ്രമഫലമായിട്ട് നമ്മൾ ശ്രേഷ്ഠ ഭാഷ എന്ന് പറഞ്ഞ പദവി മലയാള ഭാഷയ്ക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുക. എങ്കിലും മലയാളികൾ എന്ന് അഭിമാനിക്കുന്ന നമുക്ക് മലയാളം തെറ്റുകൂടാതെ മലയാളത്തിലെ ചില വാക്കുകൾ പോലും ദൈനംദിനം നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ പോലും എഴുതാൻ അറിഞ്ഞുകൂടാ എന്നുള്ളത് ദയനീയമാണ്. അത് സത്യമാണ്, 100% സത്യമാണ്, അത് ശരിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ ഈ മണി സ്പീക്കിംഗ് എന്ന് പറയുന്ന വീഡിയോയ്ക്കൊപ്പം ഒരു 2 വീഡിയോ ചെയ്തു. ഒന്ന് ഒരു വല്ലം ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ്. വല്ലം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഈ ഒരു സംശയം, ഒരു സ്റ്റോറി പോലെ ഈ ഫോൺ കോൾ ചെയ്യുന്ന ആൾ അയാളുടെ മകന് വല്ലം ഉണ്ടാക്കി ഗൾഫിൽ അയച്ചു കൊടുക്കണമെന്ന് അയാൾ വിളിച്ചു പറയുകയും ഞാൻ ഇവിടുന്ന് എൻ്റെ കൊച്ചുമോനെ കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ച് ഉണ്ടാക്കി അയച്ചു കൊടുക്കുക. ഇതും പിന്നെ ഈ ഓലയിൽ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത്, പാമ്പ്, പന്ത്, കാറ്റാടി, കിളി, പിന്നെ ചലിക്കുന്ന ഇത് പാവ, ഇങ്ങനെ ഒരു 5-6 ഐറ്റം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന 2 വീഡിയോ ചെയ്തു. എല്ലാം ഓലയിലാണ്. ഇത് കുറെ സ്കൂളിലെ അധ്യാപകർ, സ്കൂൾ ടീച്ചർമാർ, കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടീച്ചർമാർ ഇത് കാണുകയും അവരവരുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഇടുകയും ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് എനിക്ക് സന്തോഷസൂചകമായ അഭിപ്രായം ലഭിക്കുകയും ഉണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഒരു ലഘു വീഡിയോ ആവട്ടെ എന്തെങ്കിലും ആവട്ടെ, ഒരു കലാകാരൻ എപ്പോഴും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആളായിരിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മസംതൃപ്തിക്കൊപ്പം നമ്മൾ ചെയ്യുന്നതിലൂടെ ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും, ഇപ്പം ഞാൻ ഈ മണി സ്പീക്കിംഗ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന കുറേ പദങ്ങളെ ആൾക്കാരുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുക. നമ്മളിങ്ങനെയായിരുന്നു, കേരളത്തിൻ്റെ ഭക്ഷണ സംസ്കാരം അതിലുണ്ട്, വസ്ത്രധാരണ രീതിയുണ്ട്. ഞാൻ അലസാരി എടുത്തുകൊണ്ട് പോകുന്ന പെണ്ണാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് അലസാരി എന്ന് പറയുന്നൊരു സാധനം ഇന്നിവിടെ ഇല്ല. ഇന്നത്തെ ആൾക്കാർക്ക് അറിയില്ല അതെന്താണ്. ഉടുപ്പും പാവാടയും, മുടി സഞ്ചി പിന്നെ ഇടുക, അതൊക്കെ റിബൺ കെട്ടിയിടുക, ഇതെല്ലാം നമ്മുടെ പണ്ട് കാലത്തുള്ളൊരു രീതിയായിരുന്നു. അപ്പം ഇത് ഒരു പുതിയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഇപ്പം വല്ലം എന്ന് പറയുന്ന സാധനം പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ പശുവിനെ പുല്ലിറക്കാനും അതുപോലെ തന്നെ വയലിലൊക്കെ എൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വയലിൽ നിന്ന് ചീരയൊക്കെ അറുത്ത് ചന്തയിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ വല്ലത്തിൽ കെട്ടി കുത്തി ചുമന്നിട്ടാണ് ചന്തയിൽ കൊണ്ടുപോകുന്നത്. പുളി കുത്തി എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ, അറിയാമോ? അങ്ങനെയൊക്കെ ഒരു സാധനമുണ്ട്. അതെല്ലാം കുത്തിയിട്ട് ഓലയിട്ട് ഉണക്കിയിട്ട് പിറ്റേന്ന് ഉണക്കാൻ വേണ്ടി വല്ലത്തിനകത്താണ് വയ്ക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇന്നത്തെ ചാക്കോ ഇന്നത്തെ റബ്ബർ കുട്ടയോ ഒക്കെ ചെയ്യുന്ന ഒരു ഇപ്പൊ പുല്ല് പറിക്കാൻ പോകുന്നെങ്കിൽ ഒരു ചാക്ക് കൊണ്ടാണ് പോകുന്നത്.
അപ്പം ഇതൊക്കെ ചെയ്തിരുന്ന ഒരു സാധനമാണ് വല്ല. മറ്റൊന്ന് നമ്മൾ ഓണക്കാലത്ത് കൊച്ചുകുട്ടികൾക്ക്, എൻ്റെ കുട്ടിക്കാലത്ത് അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നുണ്ട്, പൂ പറിക്കാനായിട്ട് അക്കരെ വരമ്പിൽ കൂടെ പോകുമ്പോൾ വല്ല കൊച്ചു പൂവല്ല പൂക്കൂടെ ഉണ്ടാക്കിയത് ഇതുകൊണ്ടാണ് പൂ പറിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരത്തിനെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് കണ്ടപ്പോഴാണ് ഈ ഓലയിലുള്ള കളിപ്പാട്ടങ്ങൾ കൂടെ. ഇനിയിപ്പോൾ കുറേ ഐഡിയ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുകയാണ്, അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിലൂടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിനെ ചിലരുടെയെങ്കിലും മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിലൊന്നും തോന്നിക്കാൻ പറ്റുമെന്ന് ഒരു വിശ്വാസവും ഇല്ല. ഇത് ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പോസിറ്റീവ് കാണുന്നതിൻ്റെ 50 or 100 ഇരട്ടിയായിരിക്കും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ കാണുന്നത്. അങ്ങനെയുണ്ട്. ഇപ്പം പോസിറ്റീവായിട്ട് കാണുന്നവർക്ക് വേണ്ടി മാത്രം കാണാൻ ഇതുപോലുള്ള സാധനങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അത് മലയാള ഭാഷയെ ഈ പറയുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയ വാക്കുകളായാലും ഭാഷയുടെ സ്വാധീനമായാലും. ഇപ്പം കവിത, എൻ്റെ 2 മണിയൻ സ്പീക്കിംഗ് എന്നുള്ള സാധനത്തിൽ ONV കുറുപ്പസ്ഥാനിൻ്റെ 2 കവിത ഞാൻ ഉപയോഗിച്ചു. ഒരു കണ്ണേറിനെ കുറിച്ചുള്ളൊരു സാധനം വച്ചപ്പോഴത്തേക്ക് ആ കവിത കേട്ടിട്ട് കുറേ പേര് ഇത് ഏത് കവിതയാണ്, ONV കുറുപ്പസ്ഥാൻ അതേ ശബ്ദത്തിലാണ് അതിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബിൽ കമൻ്റായിട്ട് ഇട്ട് കൊടുത്തത് ആവണിപ്പാടം എന്ന് പറയുന്ന കവിതയാണ്, അല്ലെങ്കിൽ ഇത് ശാർഗക പക്ഷികളെന്ന് പറയുന്ന കവിത. ഓന്ത് ചോര കുടിക്കുന്ന ഒരു ഓലക്കെട്ടെന്ന് പറയുന്ന സംഗതിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നു, ഓന്ത് ചോര കുടി. ഒരാൾ എനിക്കൊരു കമൻ്റ് ഇട്ട് തന്നു, ഓന്തല്ല അരണയാണ് ആളുകളുടെ പൊക്കിളിൽ നിന്ന് ചോര കുടിക്കുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോഴും ഞാൻ ഈ കവിത ഇങ്ങനെയാണ്: കുഞ്ഞിൻ്റെ പൊക്കിളിൽ നോക്കിയിരുന്നതിൻ കണ്ണീളം ചോരയുറ്റുന്നൊരോന്തിനെ പോത്തിൻ പുറത്തു വന്നെത്തുന്ന രൂപത്തെ ഓർത്തു നടുങ്ങും കിടാങ്ങൾ നാം ഇപ്പോഴും. കുറുപ്പസ്ഥാനത്തെ ശാന്തക പക്ഷികൾ എന്ന് പറയുന്ന കവിത ഇതിലെ വരിക. അപ്പോൾ അതിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിൻ്റെ പൊക്കിളിൽ നോക്കിയിരുന്നതിൻ കന്നിയിളം ചോര ഊറ്റുന്നൊരോന്തിനെ. ഓന്താണ് അതിൻ്റെ ശരിയായ വാക്ക്. പിന്നെ ആവണിപ്പാടത്തിൽ തന്നെയാണ് കണ്ണേറു തട്ടിയൻ കാൽമുടന്തി എണ്ണയിട്ടൊന്നിങ്ങൊഴിഞ്ഞുതായോ. കണ്ണേറു തട്ടിയൻ കാൽമുടന്തി എണ്ണയിട്ടൊന്നിങ്ങൊഴിഞ്ഞുതായോ. ഇത് കോമഡിക്കൊപ്പം നമുക്ക് കവിതയിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ പറ്റും, സാഹിത്യത്തിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ പറ്റും, പഴയ വാക്കുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ പറ്റും, പഴയ ഓലപ്പന്തും ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചോദിച്ചതുപോലെ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വാസം. മാധ്യമരംഗം എന്ന് പറയുന്നത്, ഞാൻ ദൂരദർശനിൽ എൻ്റെ ഒരു സാർ ചന്തുവേസ് നായർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സ്പോൺസേഡ് പ്രോഗ്രാം അദ്ദേഹം എടുത്ത് ചെയ്തിരുന്നു. പ്രഭാതവന്ദനം എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ അതിലെ ആങ്കറായിട്ട് അതൊരു കോമഡി സ്കിറ്റ് അവതരിപ്പിക്കാനാണ് ഞാൻ പോയത്. എൻ്റെ ഒരു സുഹൃത്ത് സജിയും, ഞാൻ ഈ പറഞ്ഞ മ്യൂസിക് വെച്ച സജിയും ഷാജിയും ഇപ്പോൾ ലണ്ടനിലാണ്. ഞങ്ങൾ മൂന്നും കൂടെ ഇതിൻ്റെ ഒരു 5 മിനിറ്റ് കോമഡി സ്കിറ്റ് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് അവിടെ പോയി 2-3 സ്കിറ്റ് ചെയ്തു. സ്കിറ്റ് ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ടൊരു സാറിനൊരു ഐഡിയ വെച്ചു. എൻ്റെ മലയാളം എന്നുള്ള പേരിൽ മലയാള സംബന്ധിയായിട്ടുള്ളൊരു വിഷയം, ഇപ്പോൾ ചങ്ങമ്പുഴയുടെ ഒരു കവിതയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു ചോദ്യം, ഈ ചോദ്യത്തിന് ഉത്തരം അയച്ചു കഴിഞ്ഞാൽ സമ്മാനം, ആഴ്ച ഉത്തരവായിരിക്കണം. ഇപ്പോൾ അത് പല കവിതകളും ആവാം. ഇപ്പോൾ വയലുകളുടെ ഒരു കവിതയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സാഹിത്യ കൃതികളെക്കുറിച്ചും ഒക്കെ മലയാളത്തിലാത്തത് ചെറുകഥയത് ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യം. പക്ഷെ ഇതിനെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ആഴ്ച തോറും 50, 100, 200 ലെറ്റർ. അന്ന് ഈ കാർഡിലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ദൂരദർശൻ്റെ സ്വാധീനം ഇത്രത്തോളം, അതും DD മലയാള ചാനലായിരുന്നു. ഇതാകുമ്പോൾ ഇത്രത്തോളം ആളുകൾ കാണുന്നു, ഈ ഭാഷയെക്കുറിച്ചുള്ള സംഭവം കാണുന്നു എന്നുള്ള സാധനം. അതിന് 300 എപ്പിസോഡോളം ദൂരദർശനിൽ 5 മിനിറ്റ് പ്രോഗ്രാം ചെയ്തു. അപ്പോൾ 5 മിനിറ്റ് ചിലപ്പോൾ 4 മിനിറ്റായിട്ട് ഞാൻ ആ പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം തന്നെ ഈ ഡോക്യുമെൻ്ററികൾ ചെയ്യും, പല VIPകളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകും. അപ്പോഴൊക്കെ ഞാനാണ് ആങ്കർ ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്നത്. ഒരുപാട് പേരെ ഇപ്പോൾ ഒരു ഫിലിം ബേസ്ഡ് പ്രോഗ്രാം ഇതേ സാർ തന്നെ മറ്റൊരു ചാനലിന് വേണ്ടി ചെയ്തു. അതിൽ മമ്മൂട്ടി, അതുപോലെ തന്നെ കാവ്യമാധവൻ, ദിലീപ്, ലോഹിതദാസ്, ഹരിശ്രീ അശോകൻ, കലാഭവൻ മണി, ഇങ്ങനെ ഒരുപാട് പേരെ, സായികുമാർ, ഇങ്ങനെ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. പിന്നെ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, സാർ വരാത്ത സന്ദർഭങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പോയി ഡോക്യുമെൻ്ററി ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ട് വരാൻ, എഡിറ്റിങ്ങൊക്കെ ഒരു സ്റ്റുഡിയോ ചെയ്യും, പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് വരാൻ
കൃഷിദർശൻ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തിരുന്നു. അതിലും കുറേ നാൾ വർക്ക് ചെയ്തു. അപ്പോൾ ഈ പ്രഭാതവന്ദനം എന്ന് പറഞ്ഞ പരിപാടി കൂടിയാണ് ഒരു 25 വർഷമാവും, 25 വർഷത്തോളം ഇപ്പോഴും അത്യാവശ്യം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ പോയി ചെയ്യുന്നു. അങ്ങനെയാണ് മാധ്യമരംഗത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സീരിയൽ, സിനിമ അങ്ങനെ എന്തെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്തിട്ടില്ല? സീരിയൽ എന്ന് പറഞ്ഞാൽ ദൂരദർശൻ്റെ 13 എപ്പിസോഡ് സീരിയലാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്ന സീരിയൽ. ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുകയാണ്, യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലും ഒരു കലാരംഗത്ത് കടന്നു വേണം. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയൊരു ഗ്ലാമർ എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയിലേക്ക് നമുക്ക് ദർശിക്കാൻ പറ്റില്ല, സീരിയലാണ്. അപ്പോൾ ആ സീരിയൽ രംഗത്തേക്ക് വരുന്നത് അന്ന് വെള്ളായണിയിൽ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ്. ഞാൻ തിരക്കി പിടിച്ച് വെള്ളായണിയിൽ പോയി അവിടെ ഒരു അവസരം ചോദിച്ചു. ഇപ്പോൾ ബഹദൂറാണ് അതിൽ അഭിനയിക്കും. ബഹദൂർ അടൂർ ഫാസിയുടെ ശേഷനായ ടി ഹരികുമാർ എന്നൊരു നടനാണ്, അവരൊക്കെയാണ് അഭിനയിക്കുന്നത്. നമുക്ക് ഭയങ്കര തിരക്ക്, ഇന്നത്തെ കണക്കൊന്നുമല്ല, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ ആ പ്രായങ്ങളോട് ബഹദൂറിന് പൈസ കൊണ്ട് കൊടുത്തിട്ട് സാർ ഇത്രയേ കിട്ടിയുള്ളൂ അങ്ങനെ എന്തോ പറയുന്ന രംഗം. അല്ല, എൻ്റെ നല്ല കാലത്തിന് അതിലെ പിടിച്ചൊരു അവസരം തന്നു. പക്ഷെ അത് പുറത്തു വന്നില്ല. അങ്ങനെയാണ് സീരിയൽ അഭിനയം തുടങ്ങുന്നത്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സീരിയലുകൾ മലയാളത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ള ഒട്ടുമിക്ക സീരിയലിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ ഒരു 5 എപ്പിസോഡ് 10 എപ്പിസോഡൊക്കെ അഭിനയിക്കാൻ കഴിയും. ഒരു നല്ല വേഷം, ഉടനീളം നല്ല വേഷം കിട്ടുന്നത് ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ ബന്ധുവാരി ശത്രുവാർ എന്നുള്ള സീരിയൽ മനോരമ മഴവിൽ മനോരമയിൽ വന്നു 2 വർഷം മുമ്പ്. അതിലൊരു സെൻട്രൽ ക്യാരക്ടർ, ഒരു മെയിൻ വില്ലൻ ക്യാരക്ടർ ശ്രീകുമാരൻ തമ്പി സാർ നമ്മളെ ഏൽപ്പിച്ചു. അത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. തമ്പി സാറുമായിട്ട് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. ഞാൻ പേയുടെ മറ്റോ ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിൽ സാർ ഉണ്ടെങ്കിൽ അവിടെ കയറും, സംസാരിക്കും, അല്ലെങ്കിൽ ഫോൺ വിളിക്കും. അങ്ങനെ ഒരു നല്ല ബന്ധം ഇപ്പോഴും ഉണ്ട്. സാർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ഉപദേശിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഈ സീരിയൽ രംഗത്തുള്ള ഒരുപാട് നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടായി. നടിനന്മാരായാലെങ്കിലും ഇപ്പോൾ എം.ആർ. ഗോപകുമാറിനെ പോലെ, വിജയകുമാരി ചേച്ചിയെ പോലെ, അനീഷിനെ പോലെ, ശരത്തിനെ പോലെ, അങ്ങനെ ഒരുപാട് പേരുടെ ഒരു സൗഹൃദ വലയം നമുക്കുണ്ടായി. സിനിമയിൽ 3 സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുവെങ്കിലും ഒരെണ്ണം മാത്രമേ പുറത്തു വന്നുള്ളൂ. ഞാൻ തേജാഭായി എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു. പക്ഷെ അത് രംഗത്ത് വന്നില്ല. അതുപോലെ രംഗത്ത് വന്നത് സുരേഷ് ഉണ്ണിദാസാറിൻ്റെ അയാൾ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. നമ്മൾ സിദ്ദിഖ് ലാൽ വലിയ ലാലും താഴി അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചു. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ആ പടത്തിൽ അതിലൊരു ചെറിയ വേഷം, 2-3 സിനിമകളുടെ വേഷം ചെയ്തു. അതാണ് റിലീസായ സിനിമ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ 1-2 അഭിനയിച്ചുവെങ്കിലും അതൊന്നും വെളിച്ചം കണ്ടില്ല. അതങ്ങനെയാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു ഭാഗ്യപരീക്ഷണത്തിൻ്റെ ഒരു കലാരൂപമാണ് സിനിമ എന്ന് പറയുന്നത്. സീരിയലിൽ പിന്നെ ഇപ്പോൾ അത്യാവശ്യം 1-2 വർക്കുകളുണ്ട്, അതെല്ലാം ചെയ്തങ്ങനെ പോകുന്നു. ജോലി ഇവിടെ ആറ്റിങ്ങൽ ഗോകുലം മെഡിക്കൽ സെൻ്ററാണ് ആറ്റിങ്ങൽ. അവിടെ മാനേജറായിട്ട് ഇപ്പോൾ നൈറ്റിലാണ് ഡ്യൂട്ടി, നൈറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ കൊറോണയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നൈറ്റിൽ അതിൻ്റെ ചാർജ് നടന്നത്. അവിടെ ഒരു നഴ്സിംഗ് സൂപ്പർവൈസറുണ്ട്, വേറെ ആൾക്കാരുണ്ടെങ്കിൽ നൈറ്റിൽ നമ്മളും അവിടെ വർക്ക് ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത്. പിന്നെ ട്യൂട്ടോറിയൽ, ഓൺലൈൻ ക്ലാസ്, പിന്നെ ഒപ്പം കലാപരമായ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ പോകും. വീഡിയോ അത് കാണിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ രൂപമൊന്നുമില്ല. കണ്ണാടി മറ്റും മുടിയും മറ്റിടും, ഒരു ഫോൺ വേണം. ഈ ഒരു ചെവിയിൽ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫോൺ ഞാൻ അപ്പോൾ ഇത് എൻ്റെ കുഞ്ഞു ഫോണായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടൊരു സാധനം ചെയ്യാം. അപ്പം ഇത് ചെയ്യുമ്പോൾ ഈ ശബ്ദവും രൂപവും ഒക്കെ അങ്ങ് മാറി കേട്ടോ. ഇങ്ങനെ സംസാരിക്കുന്ന ശബ്ദമല്ല, ഒരു ഗ്രാമത്തിലെ നിഷ്കളങ്കനായ ഒരാളിൻ്റെ ഒരു സംസാര ശൈലിയാണ്. ഹലോ, എന്താണ് ചെവിയിൽ വണ്ടി അറിയുന്ന ആശുപത്രി പോകണ നിങ്ങൾക്ക് ആശുപത്രി പോകില്ല. അയ്യോ, അവിടെ ചെന്നാൽ നിങ്ങളെ കൊറോണയൊക്കെ കൂടെ ഉള്ളവരൊക്കെ കൊറോണയൊക്കെ പരിശോധിച്ചിട്ടേ കയറ്റു. പിന്നെ അവിടെ ഡാക്ടറും പിന്നെ നേഴ്സൊക്കെ വെള്ളം കൊടുപ്പുണ്ട്, ഇത്ര കിറ്റ് ഉണ്ടല്ലേ, അതിനൊക്കെ നിങ്ങളെ പൈസ വാങ്ങിക്കും. നിങ്ങൾ ചെവിയിലത് കിരിയിലെ കേൾക്കിയല്ലേ? നിങ്ങൾ ആശുപത്രി കൊണ്ടൊരു കാര്യം ചെയ്യും. ഒരു പൂവില്ലേ, പൂവേ ആ പൂ പറിച്ച് ഈ വണ്ടി കയറി ചെവിയിൽ അവിടെ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നാ
ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞതുപോലെ സുരാജ് വെഞ്ഞാറമൂട്, അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായ ഒരു നടനായി മാറിയിരിക്കുന്നു. അദ്ദേഹം ശരിക്കും ഒരു ഭാഷ നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ള പാറശാല, നെയ്യാറ്റിൻകര ആ പ്രദേശത്ത് സംസാരിക്കുന്ന ഒരു ഭാഷയെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടതും. മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടൻ ആ ഭാഷ ഇഷ്ടപ്പെടുകയും സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സഹായം തേടുകയും രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഭാഷ ഉപയോഗിക്കുകയും അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകമാനം മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ആ ഭാഷ ശ്രദ്ധിക്കപ്പെടുകയും മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ്റെ മാൻഡ്രസവും അദ്ദേഹത്തിൻ്റെ ശൈലിയും സുരാജിൻ്റെ ഒരു ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഒത്തുചേർന്നപ്പോൾ ആ സിനിമ അങ്ങ് ജനകീയമായി. അങ്ങനെ ഈ ഭാഷ എന്ന് പറയുന്നത് അതിനു മുമ്പ് സുരാജ് ഈ ഭാഷ മിമിക്സിനും മറ്റൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ അത് ഈ തിരുവനന്തപുരം ഭാഷ എന്നുള്ളത് ഏത് ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്, ഭംഗിയുണ്ട്, എല്ലാം ഉണ്ട്. ചിലർ പറയും ഈ തിരുവനന്തപുരം ഭാഷയെ അവരൊക്കെ വൈകൃതമായിട്ട് വൃത്തികേടായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണോ എന്ന് ചോദിക്കും. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ ഇത് ചിലപ്പോൾ തൃശ്ശൂരോ അല്ലെങ്കിൽ എവിടെയുള്ളവർ വേറെ എവിടെയെങ്കിലും ഉള്ളവരൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇതെന്തോന്ന് ഭാഷ, ഇത് ഒന്നും പിടികിട്ടുന്നില്ലല്ലോ, ഇതെന്തോന്ന് വൃത്തികെട്ട ഭാഷ, ഇയാൾ പറയുന്നത് എന്തെന്ന് തോന്നുന്നവരുണ്ടാവും. അത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ, നമുക്ക് ഒരു നാട്ടു ഭാഷ എന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പോൾ ഒരു മിമിക്രിക്കാരൻ ഒരു മാനറിസത്തിൽ നമ്മൾ കാണിക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ കൂടുതൽ പറയും. കുറച്ചൊന്നും ഒരാൾ അയ്യേ എന്ന് പറഞ്ഞാൽ അയ്യേ എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു സാധാരണ നമ്മൾ പറയും, എങ്കിലേ ഒരു കളിച്ചിരിക്കുള്ളൂ. കാരിക്കേച്ചർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എല്ലാവരും അവതരിപ്പിക്കുന്നത് കുറച്ചുകൂടി ഒരു കോമഡി ചേർത്ത് പറയും. പക്ഷെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നൊരു ഭാഷ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സംസാര ഭാഷയാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം മുതൽ ഏകദേശം കല്ലമ്പലം, പാരിപ്പള്ളി, കിപ്പറം വരെയൊക്കെ ഉള്ള ആളുകൾ സംസാരിക്കുന്ന ഒരു നാട്ടുഭാഷയാണത്, സംസാര ഭാഷ എന്ന് പറയുന്നത്. അത് നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഭാര്യയോടും മക്കളോടും ഒക്കെ ഈ ഭാഷ സംസാരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ അയൽവക്കക്കാരോടും മറ്റൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ എല്ലാവരും അങ്ങനെയാണ്. ഈ നമ്മൾ നല്ല ഭാഷ വസ്ത്രം ധരിക്കുന്നത് പോലെ, നല്ല ഭക്ഷണം കഴിക്കുന്നത് പോലെ നല്ല ഭാഷ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നല്ലതാണ്. പക്ഷെ അതിനെ നമ്മൾ ഈ കൂടുതൽ നല്ലതിലേക്ക് പോകുമ്പോൾ നമ്മുടെ തനിമ നഷ്ടമാകാം. ആ തനിമ നഷ്ടപ്പെടാത്ത തരത്തിലൊരു സംസാര ഭാഷ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ മുമ്പ് ജഗദീഷ് ശ്രീകുമാർ, അദ്ദേഹം ഭംഗിയായിട്ട് തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ആളാണ്. ചില സിനിമകളിലൊക്കെ അദ്ദേഹം അതിവിദഗ്ധമായിട്ട് തിരുവനന്തപുരം ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സുരാജ് വെഞ്ഞാറമൂട് മനോഹരമായിട്ട് തിരുവനന്തപുരം ഭാഷ കൈകാര്യം ചെയ്ത ആളാണ്. ഇങ്ങനെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ജനിച്ചവനാണെങ്കിൽ നമ്മൾ വള്ളുവനാടൻ ഭാഷ ആണ് സംസാരിക്കുന്നത്. അത് ഒരുപക്ഷെ അവരവരുടെ ഓരോ രീതിയായിരിക്കും. ഞാൻ പക്ഷെ വീട്ടിൽ സംസാരിക്കുന്നത് ഈ മണിയല്ല ഭാഷയല്ല, സാധാരണ സംസാര ഭാഷ. മണിയല്ലാമ്മ ചോദ്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു ഈ പറയുന്നത് പോലെ കുറച്ച് ഒരു പൊടി 1 ഇഞ്ച് കൂടി കൂടുതൽ ഇട്ട് കൊടുക്കും, ഇത്രയേ ഉള്ളൂ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു ചെറിയ വീഡിയോ ഞാനെടുത്തു. 45 എപ്പിസോഡ് പിന്നിട്ട് കഴിഞ്ഞു. അപ്പോഴേക്കും ഗുരുപ്രിയ ചാനൽ പോലെ കേരളത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല പരിപാടികൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ ചാനൽ എൻ്റെ ഈ പരിപാടി കൂടി ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരയണം. നമ്മളെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, നമുക്ക് നല്ലത് എന്ന് ബോധ്യമുള്ള കാര്യം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി അത് ഗുണകരമായി വരുമ്പോഴാണ്. ഒരു തമാശ ഞാൻ പറയുകയാണെങ്കിൽ അത് മറ്റൊരാൾക്ക് കൂടി ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമാകുന്നത്, നമ്മുടെ കർമ്മം ഫലവത്താകുന്നത്. അത് ഞാൻ ഓർത്തു പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ വരുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന സംഭവങ്ങൾ വിഫലമാകുന്നില്ല എന്നൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ വന്ന ഇതിൻ്റെ ക്യാമറാമാൻ, ഡയറക്ടർ, ആങ്കർ എല്ലാവർക്കും എൻ്റെയും സ്നേഹാശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.